അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ് മക്കളെ. 21 പരീക്ഷകൾ, ഒന്നും രണ്ടുമല്ല 21 എണ്ണം പറഞ്ഞ പരീക്ഷകൾ ഒന്നിച്ച് നടക്കാൻ പോവുകയാണ്. ഒരൊറ്റ ഫോർമാറ്റിൽ ഒരൊറ്റ സമയത്ത് മാമാകം നടത്താൻ പോവുകയാണ്. 21 ഡിഗ്രി തല പരീക്ഷകളുടെ ഒറ്റ പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോവുകയാണ്. ആ സമയം അപ്പുറത്ത് വന്നിരിക്കുന്നു കണ്ടോ. ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ 2026. ഏതൊക്കെ പരീക്ഷകളാണ് നിങ്ങൾക്ക് അറിയണ്ടേ? വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം ഉണ്ട് മക്കളെ. ഓരോന്നോരോന്നായി പറഞ്ഞു തരാം. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ SBCID പരീക്ഷ നമ്മളപ്പോ പറഞ്ഞു. മെയിൻസ് ഇപ്പൊ എന്ന് പറഞ്ഞതാ. പ്രിലിമിനറി പരീക്ഷയോടൊപ്പം വന്നിരിക്കുകയാണ്. പ്രിലിംസ് നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ്. നമ്മുടെ മുന്നിൽ 5 മാസം സുന്ദരമായിട്ടുണ്ട് പഠിച്ചെടുക്കാൻ. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ഇതിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ പ്രിലിംസ് സെയിം സമയത്താണ്, മെയ് ജൂലൈ മാസങ്ങളിൽ. ഓഗസ്റ്റ് ഒക്ടോബറിൽ തന്നെയാണ് മെയിൻസ് വരിക. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ എപ്പോഴാണ് മക്കളെ? മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് സബ് ഇൻസ്പെക്ടറിംഗ് വരും. ദെൻ അടുത്ത് നോക്കിയേ, ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് അതിന്റെ മെയിൻസ് വരിക. പ്രിലിംസ് മെയ് ജൂലൈ. അസിസ്റ്റന്റ് കണ്ടോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എപ്പോഴാണ് വരുന്നത്? മെയ് ജൂലൈ മാസങ്ങളിലാണ് പ്രിലിംസ്. മെയിൻസോ ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് മെയിൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ KSFE, നമ്മളെല്ലാവരും കാത്തിരുന്ന KSFE-യിലേക്കും KSCB-യിലേക്കും KMM-ലേക്കും കെൽട്രോണിലേക്കും ഒക്കെയുള്ള അസിസ്റ്റന്റ് തസ്തിക മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസ് നടക്കും. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും എന്ത് നടക്കുക? മെയിൻസ് നടക്കുക. ഓർത്ത് വെച്ചോണേ മക്കളെ. 382/2025. അതേപോലെ KSRTC കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് 383/2025 മെയ് ജൂലൈ മാസങ്ങൾ 2026 തന്നെയാണ്. ഓഗസ്റ്റ് ഒക്ടോബറിൽ തന്നെയാണ് മെയിൻസ് പരീക്ഷയും നടക്കാൻ പോകുന്നത്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സെയിം കാലയളവ് കണ്ടോ. സബ് ഇൻസ്പെക്ടർ പോലീസ് ഓപ്പൺ കാറ്റഗറി സെയിം കാലയളവ് തന്നെയല്ലേ? അതെ, സെയിം കാലയളവ് തന്നെയാണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കിയ മക്കളെ, നമ്മുടെ അസിസ്റ്റന്റ് ജയിലറും സെയിം കാലയളവ് മെയ് ജൂലൈ. മെയിൻസ് വരുമ്പോഴത്തേക്കും അത് ഓഗസ്റ്റ് ഒക്ടോബറിലേക്കാണ്. ഇനിയും അസിസ്റ്റന്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെയിം കാലയളവാണ്, ഒരു മാറ്റവുമില്ല. ഓഗസ്റ്റ് ഒക്ടോബറിൽ തന്നെയാണ് മെയിൻസ് നടക്കുക. ജൂനിയർ കാഷ്യർ എന്ന് പറയുന്ന LSED-യിലേക്കുള്ള പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ്. മെയ് ജൂലൈയിലെ പ്രിലിംസ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും മെയിൻസ് നടക്കുക. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് നടക്കാൻ പോകുന്നു. അങ്ങനെ 21 തസ്തികകളിലേക്കുള്ള സുന്ദരം പറഞ്ഞ് 21 തസ്തികകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ്. മെയിൻസ് പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്ക് നടക്കാൻ പോവുകയാണ്. പരീക്ഷകളുടെ ഒരു ചാകരയാണ് മക്കളെ 2026. വേക്കൻസികളുടെ ഒരു ചാകരയാണ്. കാത്തിരുന്ന മക്കളെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും. ഗോൾഡ് ബാച്ച്, ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച് അമൽ സാറിന്റെ നേതൃത്വത്തിൽ മക്കളെ ഇപ്പൊ റണ്ണിംഗ് ആണ്. എത്രയും വേഗം ജോയിൻ ചെയ്തോ. 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ബാച്ചാണ്. അതുകൊണ്ട് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സുവർണ സമയം തെളിഞ്ഞു. പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട മക്കളെ. 8281223366 നമ്പറിലോട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ഫിൽ ചെയ്തോ. 2026 ജോലി കൊണ്ട് ഞാൻ പോകൂ എന്നുള്ള വാശിയിൽ ദൃഢനിശ്ചയം എടുത്ത് തുടങ്ങിക്കോ. സൂപ്പർ നോട്ട്സിനോടൊപ്പം കൂടിക്കോ. ജോലി നേടിത്തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.